രാജ്യത്ത് വിതരണം ചെയ്യുന്ന പെട്രോളിൽ എഥനോൾ മിശ്രിതം കലർത്തുന്നതിന്റെ അളവ് കേന്ദ്ര സർക്കാർ ക്രമേണ ഉയർത്തുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ എഥനോളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആദ്യ വാഹനവുമായി മാരുതി സുസുക്കി രംഗത്ത്. 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് ഫ്യൂൽ വാഹനമാണ് പുറത്തിറക്കാൻ പോകുന്നത്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന പെട്രോളിൽ എഥനോൾ മിശ്രിതം കലർത്തുന്നതിന്റെ അളവ് കേന്ദ്ര സർക്കാർ ക്രമേണ ഉയർത്തുമെന്ന മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനവുമായി ഇന്ത്യൻ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിലാണ് വാഹനം ഔദ്യോഗികമായി പുറത്തിറക്കുന്നതെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി സ്ഥിരീകരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ തന്നെ വാഹനം അവതരിപ്പിക്കുന്നത് ഹരിത ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പിലേക്കുള്ള അടയാളപ്പെടുത്തലായി മാറുമെന്നാണ് മാരുതിയുടെ പ്രതീക്ഷ. പെട്രോളിൽ മാത്രം ആശ്രയിക്കാതെ 100% എഥനോളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എഞ്ചിനാണ് ഇത്തരം വാഹനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഔദ്യോഗികമായി പേര് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മാരുതി സുസുക്കിയുടെ പ്രശസ്തമായ സിറ്റി ഹാച്ച്ബാക്കായ വാഗ്നർ അല്ലെങ്കിൽ സബ് കോമ്പാക്ട് ക്രോസ് ഓവറായ ഫ്രോക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യം പുറത്തിറക്കുക എന്നാണ് നിഗമനം. നേരത്തെ വന്ന വിവിധ ഓട്ടോ എക്സ്പോകളിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പുകൾ കമ്പനി പ്രദർശിപ്പിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ മന്ത്രി നിതിൻ ഗഡ്കരി ഊന്നി പറഞ്ഞു. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇന്ധന ആവശ്യത്തിന്റെ 87% ഇറക്കുമതി ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഥനോൾ ഇന്ധനത്തിന് ലിറ്ററിന് ഏകദേശം 65 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ എന്നതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. സാധാരണ പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് എഥനോൾ മിശ്രിതം ചെയ്ത് ഉപയോഗിക്കുന്ന പെട്രോൾ വാഹനങ്ങളിൽ പ്രത്യേക ഇന്ധന ലൈനുകൾ, ഇഞ്ചക്ടറുകൾ, സീലുകൾ എന്നിവ നിർബന്ധമാണ്. അതിൽ അവ ഉപയോഗിച്ചാകും ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻ പരിഷ്കരിച്ചിരിക്കുന്നത്. സാങ്കേതികവിദ്യ കൈവശമുണ്ടെങ്കിലും രാജ്യത്തുടനീളം എഥനോൾ ലഭ്യമാകുന്ന പമ്പുകളുടെ കുറവ് നിലവിലുണ്ട്. അതിനാൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത്തരം വാഹനങ്ങൾ വലിയ തോതിലെത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് മാരുതി അധികൃതർ സൂചിപ്പിച്ചു. നിലവിലെ E20 നിലവാരത്തിൽ നിന്ന് ഉയർന്ന E22, 25, 30 തുടങ്ങിയ ഉയർന്ന ഇന്ധന നിലവാരത്തിലേക്ക് മാറാനുള്ള ചർച്ചകളും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ മാരുതി സുസുക്കിയുടെ ഈ നീക്കം രാജ്യത്തെ വാഹന വിപണിയിൽ വലിയ മാറ്റത്തിന് തുടക്കമിടുമെന്നാണ് വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.